പുകവലിച്ചിട്ട് ക്യാൻസർ വരുമെന്ന് പറയുന്ന കാലം, മുറുക്കിയാൽ ക്യാൻസർ വരുമെന്ന് പറയുമായിരുന്നു. മറുപടി പറയണം നിങ്ങൾ. മരിജനിച്ചിട്ട് 1 മാസം പോലും തികയാത്ത പൊന്നുമോൾക്ക് എവിടെ നിന്നാണ് ക്യാൻസർ വന്നത്? അവളേട് പുകവലിയാണ് നടത്തിയത്. ഇവിടെയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആദ്യം ഞാൻ പറഞ്ഞത് ക്യാൻസർ രോഗിക്കൊരു സാന്ത്വനം. ഇനി മറ്റൊന്ന്, ക്യാൻസർ വരാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ അധ്യാപനങ്ങളെ അവഗണിച്ചു കളഞ്ഞു മുസ്ലിമേ. എങ്ങനെയാണ് ക്യാൻസർ രോഗം പിടിപെടാൻ കാരണം? ഈ ക്യാൻസർ ഇങ്ങനെ പകരാനുള്ള കാരണം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആന്റെ അധ്യാപനങ്ങളെ നമ്മൾ അവഗണിച്ചു കളഞ്ഞു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ആദ്യമായി ഇഖ്റഇന്റെ നാദം ഇറങ്ങിക്കഴിഞ്ഞ് രണ്ടാമത് അള്ളാഹുവിന്റെ റസൂൽ ഇറങ്ങിയ സൂറത്താണ് യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വതിയാബക ഫതഖിർ. രണ്ടാമത് വിശുദ്ധമായ ഖുർആനിൽ ഇറങ്ങിയ സൂറത്തേടാ. ഹിറാ ഗുഹയിൽ നിന്ന് ധ്യാനനിമഗ്നനായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കെട്ടിപ്പിടിക്കുമ്പോ വന്നിട്ട് പുതപ്പ് മൂടിയിട്ട് നബി തങ്ങൾ കിടക്കുകയാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ. ആ സമയത്താണ് ആയത്തിറങ്ങുന്നത്. നബിയേ യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വതിയാബക ഫതഖിർ. പുതപ്പ് മൂടി പുതച്ച് കിടക്കുന്ന നബിയെ എഴുന്നേൽക്കുക, എഴുന്നേൽക്ക് നബിയെ. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് മക്ക ഖുറൈശികളോട് പറയും നബിയെ. അതോടൊപ്പം തന്നെ പറഞ്ഞതെന്താ? വതിയാബക ഫതഖിർ, അങ്ങയുടെ വസ്ത്രത്തെ ശുദ്ധിയോടെ സൂക്ഷിക്കും നബിയെ. എന്തിനാണ് ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തിൽ അല്ലാഹു ശുദ്ധിയെ കുറിച്ച് പറഞ്ഞതെന്തിനാ? അല്ലാഹു ശുദ്ധിയെ കുറിച്ച് പറഞ്ഞതെന്തിനാ? അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്, അത്തഹൂറു നിസ്ഫുൽ ഈമാൻ, ശുദ്ധി ഈമാന്റെ പകുതിയാണ്, ശുദ്ധി ഈമാന്റെ പകുതിയാണ്. മുസ്ലിമേ, നിനക്ക് ശുദ്ധി നഷ്ടപ്പെട്ടു പോയപ്പോ ആ നഷ്ടപ്പെട്ടു പോയ ശുദ്ധിയുടെ ഭാഗമായിട്ടാണ് ക്യാൻസർ എന്ന മഹാമാരി പടർന്നു പിടിക്കാൻ കാരണം. നിന്റെ വീട്ടിലെ മുഴുവൻ മാലിന്യങ്ങളും നീ പൊതുനിരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ, മുസ്ലിം പഠിക്കേണ്ട പാഠമാണിത്. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞപ്പോ എല്ലാം ലാഭക്കൊതിയുടേതായി മാറിയപ്പോ, എല്ലാ ലാഭക്കൊതിയുടേതായി മാറിയപ്പോ ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ ആര് ചത്താലും വേണ്ടില്ല എനിക്ക് ജീവിക്കണമെന്ന് പറയുന്ന മനുഷ്യന്റെ അത്യാഗ്രഹം വളർന്നു വലുതായപ്പോ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ പരീക്ഷണമാണ് ക്യാൻസർ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെയാണ് വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൻ നഹ്ൽ. തേനീച്ച. തേനീച്ച ആരാ തേനീച്ച എന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിൽ തേനീച്ചയുടെ പേരിൽ ഒരു സൂറത്ത് എന്തിനാ മുഅ്മിനീങ്ങളെ? ഈ പ്രസംഗം ഇൻഷാ അല്ലാഹ് ചർച്ചാ വിഷയമാകണം കേരളത്തിൽ. കാരണം തേനീച്ചക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ തേനീച്ച തേനുണ്ടാക്കുന്ന ജീവിയാ. ആ തേനീച്ച അതിന്റെ തേൻ കൊണ്ടുപോയി ഒരു അറയിൽ സൂക്ഷിക്കുമ്പോ അതിന്റെ തേൻ സൂക്ഷിച്ച അറയിൽ നിന്ന് 40 അറയുടെ മാറിയിട്ടാണ് അത് വിസർജനം നടത്തുക. ഒരു വിവരമില്ലാത്ത തേനീച്ച, ഒരു വിവേകമില്ലാത്ത തേനീച്ച, പഞ്ചേന്ദ്രിയ പരിജ്ഞാനമില്ലാത്ത തേനീച്ച, ക്യാൻസറിനെ കുറിച്ച് അറിയാത്ത തേനീച്ച, മാരക രോഗങ്ങൾ അറിയാത്ത തേനീച്ച, മനുഷ്യന്റെ രോഗത്തിന് മരുന്നായിട്ടാണ് തേനിനെ അല്ല വെച്ചത്. ആ തേൻ സൂക്ഷിക്കുന്ന അറയിൽ നിന്ന് 40 അറ മാറിപ്പോയിട്ടാണ് അങ്ങകലേക്ക് പോയിട്ടാണ് വിവരമില്ലാത്ത തേനീച്ച വിസർജിക്കുക. എടാ വിവരമുള്ള മനുഷ്യ, നിന്റെ വിസർജ്യം മുഴുവനും പൊതുനിരത്തിലേക്ക് നീ വലിച്ചെറിഞ്ഞു വിട്ടപ്പോ നിന്റെ അയൽപക്കക്കാരന് അതിന്റെ രോഗാണുക്കളിലൂടെ ക്യാൻസർ പടർന്നത് നീ അറിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട കച്ചവടക്കാരാ, ഇന്ന് കിട്ടുന്ന ആപ്പിളിലും മുന്തിരിയിലും കീടനാശിനികൾ തളക്കപ്പെട്ടപ്പോ ആ തിളക്കപ്പെട്ട കീടനാശിനികൾ മാരകമായ ക്യാൻസറിന് കാരണമായി. ക്യാൻസറിന്റെ കാരണം മനുഷ്യന്റെ ആർത്തിയല്ലാതെ മറ്റൊന്നല്ല. കടക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആപ്പിളിൽ ആരും കച്ചവടക്കാരനോട് ദേഷ്യപ്പെടരുത്. കച്ചവടക്കാരനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്യാൻസറിന്റെ മാരകമായ ക്യാൻസറിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം മനുഷ്യന്റെ ആർത്തിയാണ്. പാവപ്പെട്ട കൊപ്പത്തെ പഴക്കച്ചവടക്കാരന് പറഞ്ഞിട്ട് കാര്യമില്ല. തമിഴ്നാടിന്റെ ആന്ധ്രയുടെ ഫാമുകളിൽ നിന്ന് പഴം കൊണ്ടുവരുമ്പോ ആപ്പിളിന്റെ മുകളിൽ ആപ്പിളിന് നല്ല വെടുവെടുപ്പാണ്.
കടയിൽ ആപ്പിൾ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടാൽ ആ ആപ്പിളിന്റെ മിനുസം കണ്ട ഐശ്വര്യ മുഖത്തിൽ മിനുസം. അത്രയ്ക്ക് മിനുസമാണ് ആപ്പിളിന്റെ മുകളിൽ. എന്താ സാധനം? അതിന്റെ മുകളിൽ മെഴുകിയിരിക്കുന്ന പെഴുക് ഇത് ക്യാൻസറിന്റെ, ക്യാൻസറിന്റേതാണ്. മുന്തിരിയുടെ മുകളിൽ ഒരു വെളുത്ത പാടകാണ്. എന്താ സാധനം? മാരകമായ ക്യാൻസറിന് കാരണമാകുന്ന കീടനാശിനികൾ. ഇനി ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിൽ തേങ്ങ അരച്ചിട്ട് എണ്ണ ഉണ്ടാക്കിയിരുന്നു. ആ എണ്ണ പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ ഒരു മാസം കഴിയുമ്പോൾ അത് ഒരു രുചി മാറും. നമ്മുടെ നാട്ടിൽ കരച്ചു പറയുന്നത് എനിക്കറിയില്ല. കാൽ പോയാ ലോറി പോയി, കാല് പോലെ ലോറി പോയി. വെളിച്ചെണ്ണ എന്ത് ചെയ്തു? വെളിച്ചെണ്ണ കാറിപ്പോയാൽ ഇന്ന് നിങ്ങൾ പായ്ക്കറ്റിൽ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണ നിങ്ങൾ 3 വർഷം വെച്ചാലും ആ വെളിച്ചെണ്ണയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാവോ? ഇനി അടുത്തത് ഞാൻ പറഞ്ഞ ദേഷ്യപ്പെടും. പ്രതിവിധിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ആദ്യം കാരണമായി അദ്ദേഹത്തെ ചികിത്സിക്കുക. ഈ വെളിച്ചെണ്ണയെ മുഴുവൻ മരവുമായി കീടനാശിനികളായി. ഇനി നിങ്ങൾ വാങ്ങിക്കുന്ന കായം, ആ കായത്തിൽ 100 ഗ്രാം കായത്തിലാണ് വരാം. 1 കിലോ കായത്തിന് ലോക അന്താരാഷ്ട്ര മാർക്കറ്റിന് 5000 രൂപ വരെ. 5000 രൂപ ഒറിജിനൽ കായത്തിന്. നമ്മൾ വാങ്ങിക്കുന്ന കായത്തിന് അമേരിക്കൻ ഭാഷയിൽ വേറെ സാധനങ്ങൾ നടത്തിയാണ്. ഈ കായമാണെങ്കിൽ നമ്മുടെ സമ്പാദം ഒരിക്കലും ഫുള്ള് രോഗത്തിന്റെ കാരണമാണ്. ഫുള്ള് രോഗത്തിന്റെ കാരണമാണ്. എന്ത് ഈ വാങ്ങിക്കുന്ന പച്ചക്കറികളിൽ മുഴുവനും എല്ലാം മായം. ഞാൻ കടക്കാരോട് പറയുകയില്ല, അവരെന്ത് ചെയ്യും? സർവ്വതും മായം. അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഒരു ജീവിത രോഗം 2 രീതിയിൽ വരാം. രോഗം ഇതൊന്നും കഴിക്കാത്തവന് ക്യാൻസർ വന്നിട്ട് ഒരു മാസമുള്ള കുഞ്ഞിന് ക്യാൻസർ വന്നിട്ട് അത് കാരണമാണ്. രോഗം 2 രീതിയിൽ വരാം. രണ്ട് രീതിയിൽ. ഒന്നല്ലാഹുവിന്റെ പരീക്ഷണമായി വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരിസ് സാബിരീൻ. അല്ലാഹ് പറയാണ്, നിന്നെ ഞാൻ മാരക രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു രോഗത്തിന്റെ ഭാഗമായി, അല്ലാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായി ക്യാൻസർ മാരക രോഗങ്ങൾ തരാം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇതിനെക്കുറിച്ച് വിശാലമായി പ്രതിസന്ധികളെ തകരാതെ വിഷയത്തിൽ മണ്ണാർക്കാട് കിരാത്തിയിലുണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ 12-ാം തീയതി കൂടുതൽ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. ജീവിതം പൊരുതാനുള്ളതാണ് എന്ന വിഷയത്തിൽ അവിടെ വെച്ച് ബാക്കി സംസാരിക്കാം. അത് പരീക്ഷണമാണോ അതല്ല നമ്മുടെ പ്രവർത്തന വൈകല്യങ്ങൾ ഉണ്ടായതാണോ എന്ന് എങ്ങനെ അറിയും? നമുക്കൊരു രോഗം വന്നു, ആ രോഗത്തിന് ശേഷം മുമ്പുള്ളതിനേക്കാൾ അല്ലാഹുവായിട്ട് നമ്മൾ അടുത്തെങ്കിൽ അതിന്റെ അർത്ഥം ഈ രോഗം അല്ലാഹു നമുക്ക് പരീക്ഷണമായിട്ട് തന്നതാണ്. മനസ്സിലായോ? ഒരു രോഗം വന്നു, ആ രോഗം വന്നതിന് ശേഷം മുമ്പുള്ളതിനേക്കാൾ അല്ലാഹുവായിട്ട് ഇബാദത്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് അടുത്തു എന്നാൽ അതിന്റെ അർത്ഥം ആ രോഗം അല്ലാഹു പരീക്ഷണമായിട്ട് തന്നതാണ്. രണ്ടാമത് അല്ലാഹു രോഗം തരും. ക്യാൻസർ അതിന്റെ പരിധിയിലാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ഈ ഭൂമിയിലുണ്ടായ സർവ്വ കുഴപ്പങ്ങൾക്കും കാരണം, ഈ ഭൂമിയിലുള്ള സർവ്വ കുഴപ്പങ്ങൾക്കും കാരണം, ആ കാരണം മനുഷ്യന്റെ പ്രവർത്തന വൈകല്യമാണ്. ഇത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഈ മനുഷ്യന്റെ ഇത് പ്രവർത്തനത്തിന്റെ വൈകല്യമാണ് അവൻ അനുഭവിക്കുന്ന തീരാ ദുഃഖങ്ങളുടെ മാറാ രോഗങ്ങളുടെ കാരണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഭക്ഷ്യവസ്തുക്കളിലും മായം ചേർത്തപ്പോ, പച്ചക്കറികളിലും മായം ചേർത്തപ്പോ, ഒരൽപലാഭത്തിന് വേണ്ടി സ്വന്തം സഹോദരന്റെ വയറ്റിലേക്ക് വിഷമടിച്ചു കൊടുത്തപ്പോ യഥാർത്ഥത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടത് ഇവരുടെ പേരിലാണ്. അവര് പാവപ്പെട്ട മനുഷ്യന്റെ പേര് പീടികയിലോട്ട് കടന്നതല്ലെന്ന പാവപ്പെട്ടവന്റെ വായിലേക്ക് കീടനാശിനി ഒടിച്ചു കൊടുത്തവരാണ് ഈ കച്ചവടത്തിന്റെ സാധനത്തിൽ മായം ചേർക്കുന്നവർ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വൈലുൽ മുത്തഫിഫീൻ.
അല്ലദീന ഇദഖതാലു അലനാസി യസ്തൗഫൂ. പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ച് കച്ചവടത്തിൽ കൊള്ളലാഭം ഉണ്ടാക്കാൻ കൃത്രിമ മാർഗം ഉപയോഗിക്കുന്നവൻ അവനാണ് വൈരെന്ന നരകം, അവനാണ് വൈരെന്ന നരകമെന്ന്, അവനാണ് വൈരെന്ന നരകമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, മാലിന്യമുക്തമാക്കുക, ഈ മാലിന്യത്തിൽ നിന്ന് മാറി നിൽക്കുക, പാവപ്പെട്ടവനോട് കരുണ കാണിക്കുക. എന്റെ പ്രിയപ്പെട്ട കച്ചവടക്കാരെ, ഒരു മാലിന്യം പോലും മറ്റൊരുത്തര് ക്യാൻസർ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകരുതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. രണ്ടാമത്തെ കാരണം, ഒന്നാമത്തെ കാരണം ഈ മാലിന്യം വലിച്ചെറിയുക, തേനീച്ചയുടെ വിവരം പോലും ഇല്ലാതാവുക, ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് രോഗാണുക്കൾ പാഞ്ഞു കയറുക. രണ്ടാമത്തെ കാരണം പറയണോ? എന്നാൽ നിങ്ങൾ ഖുർആൻ പഠിക്കണം. ഈ ഖുർആനേടാ ഹുരിമത് അലൈക്കുമുൽ മൈതത്തു വദ്ദമു വലഹുമുൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ ഒരു ഭക്ഷണക്രമം പറയുകയാ. ഹുരിമത് അലൈക്കുമുൽ മൈത, നിങ്ങൾ ശവങ്ങളെ തിന്നാൻ പാടില്ല. അല്ലാഹുവിന്റെ പേര് പറയാതെ അറുത്തതിനെ നിങ്ങൾ തിന്നാൻ പാടില്ല. തല്ലിക്കൊന്നതിന് കത്തി കൊണ്ട് അറുത്തിട്ട് രക്തം വെളിയിലോട്ട് പോകാത്ത ആ മാംസം നിങ്ങൾ കഴിക്കാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. യൂറോപ്യൻ ഗവേഷണത്തിലെ പഠനങ്ങൾ തെളിയിക്കുകയാണ്, ഏതെങ്കിലും ഒരു മൃഗത്തെ അറുക്കാതെ ഭക്ഷിച്ചാൽ അതിന്റെ രക്തം വെളിയിലോട്ട് പോകാതെ തല്ലിക്കൊന്നിട്ട് ആ ചത്ത മാംസത്തെ ഭക്ഷിച്ചു പോയാൽ ആ മാംസം അറുക്കുന്ന മൃഗത്തിന്റെ രക്തം വെളിയിലോട്ട് പോകാതിരുന്നാൽ ആ മൃഗത്തിന്റെ ശരീരത്തിൽ അദ്രിനാലിൻ എന്ന് പറയുന്ന രാസവസ്തു കുമിഞ്ഞുകൂടും. അറുക്കാത്ത ശവത്തെ തിന്നാൽ ആ രാസവസ്തു തിന്നുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ചെന്നിട്ട് അത് മാരകമായ ക്യാൻസറിന് കാരണമാകുമെന്ന് ഇന്ന് യൂറോപ്യൻ ഗവേഷണശാല പറയുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പോതി പറയുകയാണ്, ശവങ്ങൾ നിങ്ങൾ തിന്നാൻ പാടില്ല. കത്തി കൊണ്ടറുത്ത് രക്തം വെളിയിലോട്ട് പോകാത്ത ഒരു സാധനത്തെ നിങ്ങൾ തിന്നാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അറുക്കാത്ത സാധനത്തിന് തിന്നാൻ പാടില്ല. അറുക്കണം, അറുത്തിന്റെ രക്തം വെളിയിൽ പോകണം. ഇല്ലെങ്കിൽ അദ്രിനാലിൻ എന്ന് പറയുന്ന രാസവസ്തു ആ ജീവിയുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കും. അത് വെളിയിൽ പോകുന്ന രക്തത്തിലൂടെയാണ്, അത് തന്നെ ക്യാൻസർ വരും. അതുകൊണ്ട് ഈ കോഴി ഒടുക്കത്ത കോഴി തിന്നുമ്പോ ചോദിക്കണം, അറുക്കാത്ത കോഴി തിന്നാൻ പാടില്ല. ഈ പോണ വഴിക്കുമ്പോൾ ഈ തവാഫ് ചെയ്യുന്ന കോഴി ഇങ്ങനെ വാരി തിന്നാൻ പാടില്ല. ചോദിക്കണം, ഇതിനെ അറുത്തതാണോ? അറുക്കാത്ത സാധനങ്ങൾ ക്യാൻസർ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഒരു ഭക്ഷണക്രമത്തിന്റെ ഭാഗം. രണ്ട് ഭക്ഷണക്രമം ക്രമീകരിക്കുക. ഇവിടെയാണ് പ്രശ്നം. 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ തിന്നരുത്, അത് നിസ്കരിക്കാനാ ബാങ്ക് വിളിക്കുന്നത്. ഭക്ഷണക്രമം, ആ ക്രമം പാലിച്ചാൽ യഥാർത്ഥത്തിൽ രോഗങ്ങൾ ഒഴിവാകും. ഏത് ഭക്ഷണക്രമം? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഖുർആൻ ഓതി പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിനത് തയ്യിബാതി വഅമലൂ സാലിഹാ. നല്ലത് മാത്രം തിന്നണേ, നല്ലത് മാത്രം ഭക്ഷിക്കണേ. നമസ്കാരത്തെ കുറിച്ച് മാത്രമല്ല ഖുർആൻ പറയുകയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ നല്ലതല്ലാത്ത ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടില്ല. പന്നിമാംസം നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് ഖുർആൻ ഏറ്റവും വലിയ ലോകത്തിന്റെ ആഹാരക്രമം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ നാട്ടിലേക്ക് എത്യോപ്യയിൽ നിന്നൊരു വൈദ്യം വന്നു. അയാൾ 4 വർഷം മദീനയിൽ താമസിച്ചു. ഒരൊറ്റ സഹാബത്തിന് പോലും രോഗമില്ല, ഒരു സഹാബിക്ക് പോലും ഷുഗർ ഇല്ല, ഒരു സഹാബിക്ക് പോലും പ്രഷർ വന്നിട്ടില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആരോഗ്യ മേഖലയുടെ തലസ്ഥാന നഗരമായ മദീന മാറുകയാണ്. 4 വർഷം എത്യോപ്യയിൽ നിന്ന് 40 വൈദ്യന്മാര് മദീനയിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഒരാൾക്ക് പോലും ഒരു തലവേദന പോലും വന്നിട്ടില്ല. 4 വർഷം കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങവേ ഹബീബായ നബി തങ്ങളോട് എത്യോപ്യയിലെ വൈദ്യന്മാര് ചോദിച്ചു, പത്രേ അങ്ങയുടെ സഹാബത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യമെന്താ എന്ന ചോദ്യത്തിന് മറുപടിയായി അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഞങ്ങൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം എന്റെ സഹാബത്ത് നോമ്പ് പിടിക്കുന്നവരാണ്. ഇതാണ് ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
4 വർഷം നബി തങ്ങളുടെ മദീനയിൽ 40 വൈദ്യന്മാർ നടന്നിട്ട് ഒരു സഹാബിക്ക് പോലും തലവേദന വന്നിട്ടില്ല. ആരോഗ്യത്തിന്റെ രഹസ്യം ചോദിച്ചപ്പോ ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് ഹൈ എനർജി എന്ന് മറുപടിയും പറഞ്ഞില്ല. പറഞ്ഞത് എന്റെ സഹാബികൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം നോമ്പ് പിടിക്കും. അറബികൾക്ക് എന്തേ പ്രശ്നമില്ലാത്തത്? അറബികൾക്ക് എന്തേ പ്രശ്നമില്ലാത്തത്? അവരിതെല്ലാം തിന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? കുറെ ഇലവാരി തിന്നും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അള്ളാഹു നല്ല ബോധം തരട്ടെ. അള്ളാഹു നല്ല ബോധം തരട്ടെ. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമേ ഭക്ഷണം കഴിക്കൂ. ഇതിപ്പോ പറഞ്ഞിപ്പോ കബീർ മുസ്ലിയാരിക്കും ദഹിക്കില്ല. ഇതിപ്പോ കബീർ മുസ്ലിയാരിക്കും എന്ത് ചെയ്യില്ല? ദഹിക്കില്ല. ഒന്ന് രണ്ടെന്താണെന്നറിയോ? ഇതിന് അള്ളാഹു നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ക്രമീകരണം വെച്ചിട്ടുണ്ട്. എന്താ ക്രമീകരണം എന്നറിയോ? ഈ പല്ല് നല്ല ഇറച്ചി കടിച്ചു പറിച്ചു തിന്നാനാണ് പല്ല്. ഒരു 40 വയസ്സാകുമ്പോ ഈ നല്ല മൂർച്ചയുള്ള കടിച്ചു പറിക്കുന്ന പല്ലിനെ അള്ളാഹു ഒഴിയും ഇല്ലേ? ഒരു 40 വയസ്സാകുമ്പോ നല്ല ഇറച്ചി കടിച്ചു മുറിച്ചു തിന്നുന്ന പല്ല് താനെ കൊടിയും. അത് അള്ള മനുഷ്യ ശരീരത്തിൽ വെച്ചിരിക്കുന്ന ഒരു തർത്തീപാണ്. പഹയ നിന്റെ ആമാശയത്തിന്റെ പവറൊക്കെ പോയി. ഇനി കട്ടിയുള്ള ഇറച്ചി തിന്നാൽ അത് ദഹിപ്പിക്കാനുള്ള കഴിവ് ആമാശയത്തിന് ഇല്ല. അതുകൊണ്ട് കട്ടിയുള്ള ഇറച്ചി ഇനി തിന്നാൻ പാടില്ല. ആ പല്ലങ്ങളെ പൊഴിയും. ആമാശയത്തിന് ശക്തി കുറയുമ്പോഴാണ് പല്ല് താനെ പൊടിയുക. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അതാണ് തക്കതീര് വല്ലാത്തതാണ്. നമ്മളെന്ത് അപ്പൊ അള്ള പറയും, ഇവിടെ പകയെ ഇനി തിന്നരുത്. കട്ടിയുള്ള ആഹാരം ദഹിപ്പിക്കാനുള്ള അവസ്ഥ നിന്റെ ആമാശയത്തിനില്ല. അപ്പൊ നമ്മൾ വെപ്പ് വല്ല് വെച്ചിട്ട് പിന്നെ തിന്നാൻ തുടങ്ങും. അള്ള ഇത് പൊടിച്ചു കളയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വെപ്പ് വല്ല് വെക്കും, എന്നിട്ട് തിന്നും. തിന്നാൽ പിന്നെ ഇത് മാരകമായ രോഗത്തിൽ. പല്ല് പൊടിയാൻ തുടങ്ങിയാൽ അതിന്റെ അർത്ഥം ഇനി കട്ടിയുള്ള ആഹാരം തിന്നരുതെന്നാണ്. ഇറച്ചി പോലെയുള്ള കടിച്ചു പുറത്ത് തിന്നുന്ന സാധനം മാസത്തിൽ ഒരിക്കൽ ഇറച്ചി തിന്നൊരു സുന്നത്തുള്ളൂ. ഇതിപ്പോ 5 നേരം ഇറച്ചി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രിയപ്പെട്ട ഭക്ഷണക്രമം പ്രാപിക്കുക. യുഹരിമു അലൈഹിമുൽ ഖബായിസ് വയുഹില്ലു ലഹും തയ്യിബാതു വയുഹരിമു അലൈഹിമുൽ ഖബായിസ്. നല്ലത് മാത്രം ഭക്ഷിക്കണേ, മോശമായത് വർജിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അപ്പൊ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഭക്ഷണം ഏതൊക്കെയാണോ ഇതൊക്കെ എന്ത് ചെയ്യണം? വർജിക്കണം. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യം ഒഴിവാക്കണം. ഇൻഷാല്ലാ 2 ഞാൻ പറഞ്ഞാൽ ഒഴിവാക്കുവോ? ഉറപ്പ്? ഒന്നാമത്തെ സാധനം, ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ഒരായത്ത് അല്ലാഹു പറയുകയാണ്, വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുകാ. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം. എത്ര ആളുകളാണ് ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നവരും ഈ ശീലമുള്ളവരാണ്. പക്ഷെ അവരോട് അതിരട്ട സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ പറയുകയാ. അല്ല പറയുന്നുണ്ട്, വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുകാ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൈകൾ നിങ്ങളെ നാശത്തിലേക്ക് ഇടാൻ പാടില്ല. നിങ്ങളുടെ കൈകൾ കൊണ്ട് നാശത്തിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. ആദരവായ റസൂലുള്ളാഹി പറഞ്ഞു, നിഅമതാനി മഗ്ബൂബതാനി കസീറു മിനന്നാസ്. അല്ലാഹു ഒരു മനുഷ്യന് നൽകിയ 2 അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തിന്റെ വില നിശ്ചയിക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. അല്ലാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, അതിന് വില നിശ്ചയിക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. മരതകരത്നങ്ങളെക്കാളേറെ, ഗോമേതകത്തെക്കാളേറെ അല്ലാഹു ഒരു അടിമക്ക് നൽകുന്ന വില നിശ്ചയിക്കാൻ കഴിയാത്ത 2 അനുഗ്രഹത്തെ പറയുമ്പോ അതിലൊന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? അസ്സിഹത്തു വൽ ഫറാഗ്. പൊന്നുമോനെ ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് നൽകിയ ഏറ്റവും വലിയ വിലമതിക്കാൻ കഴിയാത്ത 2 അനുഗ്രഹം, അതിലൊന്നാമത്തേത് നിന്റെ ആരോഗ്യമാണ്. അല്ല തന്ന ആരോഗ്യമാണ്. ഈ കൈയുടെ ആരോഗ്യം, കാലിന്റെ ആരോഗ്യം, കണ്ണിന്റെ ആരോഗ്യം, ഈ കരളിന്റെ ആരോഗ്യം. മോനെ, കരളിന് ആരോഗ്യം വേണ്ടേ? ഹൃദയത്തിന് ആരോഗ്യം വേണ്ടേ? ഒരു ദിവസം 3500 ലിറ്റർ രക്തം പമ്പ് ചെയ്യേണ്ട അവയവമല്ലേ ഹൃദയം? ആ ഹൃദയത്തിന് ആരോഗ്യം വേണം. ആരോഗ്യമുള്ള ഹൃദയമാണ് ഒരു ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ആ
ഹൃദയത്തിന് ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, ആ ഹൃദയത്തിന് ആരോഗ്യം നഷ്ടപ്പെടുന്ന പടച്ചറപ്പ് നൽകിയ ഏറ്റവും വിലമടിക്കാൻ കഴിയാത്ത ആരോഗ്യത്തെ പെണ്ണേ പെങ്ങളെ ചെറുപ്പക്കാരാ നീ അതിനെ നശിപ്പിക്കാൻ പാടില്ല. ഈ ഹൃദയത്തിന് ആരോഗ്യം നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പുകവലി. പുകവലി നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഏറെ കൽബ് കൊണ്ട് സ്നേഹിക്കുന്നവർക്കും ഈ സ്വഭാവമുണ്ട്. പക്ഷേ പുകവലിക്കുന്നവർക്ക് സാധാരണ ആളുകളെക്കാൾ ക്യാൻസർ വരാനുള്ള സാധ്യത 85% കൂടുതലാ. വൈദ്യശാസ്ത്രത്തിന്റെ കണക്കാണ്. പുകവലി പാടില്ല ചെറുപ്പക്കാരാ. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെക്കുമ്പോൾ പണ്ടേ കൊടന്നു പോയൊരു ശീലത്തിന്റെ ഭാഗമായി പുകവലിച്ചു തള്ളുമ്പോ ആ പുകവലിക്കുന്നതിലൂടെ അല്ലാഹു തന്ന അനുഗ്രഹത്തെ നീ വലിച്ചെറിയുകയാ. റബ്ബിനോട് നീ പറയുകയാ, നീ തന്ന ആരോഗ്യം എനിക്ക് വേണ്ട. പുകവലിക്കുകയാണ്, പുകവലിക്കുകയാണ്. ബീഡി വലിക്കല്ലേ സഹോദരങ്ങളെ. രാവിലെ എഴുന്നേറ്റാൽ ബീഡി വലിച്ചില്ലെങ്കിൽ പിന്നെ സമാധാനമില്ല. അതിരാവിലെ എഴുന്നേറ്റു വലിയ ബീഡി കണ്ടാലുടനെ പറയുന്നു കൊണ്ടാ ബീഡി. പുകവലി ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് പുകവലി. കേൾക്കേണ്ടതാണ് ഒരു വിഷയം ഇന്നില്ലാരും, കേട്ടിട്ടു നേരെ ചാടി വീടരുതാരും. കേൾക്കേണ്ടതാണ് ഒരു വിഷയം ഇന്നെല്ലാരും, കേട്ടിട്ടു നേരെ ചാടി വീടരുതാരും. ഒരു വിഷയം അതെല്ലാവരും കേൾക്കേണ്ടതാണ്. പക്ഷെ കേട്ടാൽ ആരും എന്റെ നേരെ ചാടി വീടുകയും ചെയ്യരുത്. ഞാൻ സ്നേഹം കൊണ്ട് പറയും, ഇവിടെ വെച്ച് നിർത്തുക. ഇത് അള്ളാഹുവിന്റെ പുകവലി എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ ഒരു നിഅമത്തിന് എതിരെ നിന്റെ നിഅമത്ത് എനിക്ക് വേണ്ട. റബ്ബ് നൽകി മനസ്സിലാവാനുണ്ട. പെണ്ണുങ്ങൾക്ക് ഇത്രയും സന്തോഷമുള്ള ഒരു വിഷയം വേറെ കാണില്ല. ഈ പാഹയനോട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തിയിട്ടില്ല, ഇങ്ങനെയെങ്കിലും നിർത്തിണ്ടായിരുന്നു. പുകവലി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് പറഞ്ഞിട്ട് പോയാൽ എനിക്കതിൽ നിന്നൊരു ലാഭം ഉണ്ടാകണം. ആ ലാഭം ഇതാണ്. പുകവലിക്കുക, സിഗരറ്റ് വലിക്കുക, പാൻപരാഗ് ക്യാൻസറിന്റെ ഏറ്റവും വലിയ കാരണമാണ്. അള്ളാഹു ബോധം തരട്ടെ. ഒരെണ്ണം ആമീൻ പറയണില്ല, എപ്പോഴും പോക്കറ്റിൽ കാണും. സിസറിന്റെ 4 വായിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു ബോധം തരട്ടെ. കാരണം അവന്റെ മറ്റൊന്നുമല്ലട് പുകവലിക്കുക തന്നെ. അത് മോശമാ മാറ്റേണ്ടതാണ് പൊന്നേ. പുകവലി മാറ്റേണ്ട സ്വഭാവമാണ്. പറയുന്ന പക്ഷം സാരമല്ലൊരു ബീഡിയാ, നോക്കുന്ന പക്ഷം ആപത്തുണ്ടൊരു കോടിയാ. തടവാ ഉസ്താദ് പറയുകയാണ്, പറയുന്ന പക്ഷം സാരമല്ലൊരു ബീഡിയാ, നോക്കുന്ന പക്ഷം ആപത്തുണ്ടൊരു കോടിയാ. പറയുമ്പോ ഒരു ചെറിയ ബീഡിയല്ലേ ഉസ്താദേ, പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ആപത്തുകൾ 1 കോടി ആപത്താ. ഈ ബീഡി വലിക്കുന്നതിന് ഹറാമാണോ ഹലാലാണോ? ദുർഗന്ധമേറ്റു മലക്കുകൾ വെറുക്കുന്നതാ. അതുമാത്രമല്ലവരെപ്പോഴും ശപിക്കുന്നതാ. ആ പുകവലിയുടെ ദുർഗന്ധമാരുടെ ശരീരത്തിലുണ്ടോ അവനെ അള്ളാഹുവിന്റെ മലക്കുകൾ ശപിക്കുമെന്ന് അവന്റെ ചുറ്റുഭാഗത്തുള്ള മലക്കുകൾ പറയുമത്രേ. അവര് ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പോരാ, ഈ പുകവലിക്കുന്നവൻ മരിക്കുന്നതിന് മുമ്പേ തൗബ ചെയ്തിട്ടേ അവൻ മരിക്കാവൂ എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട്. പുകവലിച്ചാൽ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമെന്ന് വരെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഇപ്പൊ വലിക്കുന്ന നോക്കുമ്പോ അതിനകത്ത് മുസ്ലിയാരും ഉണ്ട്, കാവയുണ്ട്, എല്ലാരും ഉണ്ട്. ഞാൻ എന്റെ ദൗത്യം ഞാൻ പൂർത്തീകരിച്ചെന്ന് മാത്രം. ഞാൻ എന്റെ സഹോദര സ്നേഹത്തോടെ പറയുകയാണ്, നാളെ ബീഡി വലിക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ 85% അല്ല ഡോക്ടർ പറയാനല്ലേ, 85% ഇത് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് ഇടരുത്. അഖയ്യറ വാക്കബി ഖുർആനാ പറയുന്നത്, വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് വെച്ച്. അതേത് കയ്യാ?
ആ കൈയാണിത്. അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് ഇടരുത്. ക്യാൻസർ വന്നാൽ പിന്നെ കൈ കടിച്ചിട്ട് കാര്യമില്ല. ആ കൈയാണ്, ആ കൈയാണ്, ആ കൈയാണ് ഇത്. പൊട്ടിക്കിടക്ക്. ഒന്ന് പുകവലി, രണ്ട് മദ്യം. അള്ളാഹു മനസ്സിലാക്കാൻ ബോധം നൽകട്ടെ. ഇന്നത് മാറി കുട്ടികൾ പോലും ബീഡി വലിക്കാൻ. രാവിലെ എഴുന്നേറ്റാലോ, അതിരാവിലെ എഴുന്നേറ്റു വലിയ ബീഡി, കണ്ടാലുടനെ പറയുന്നു കൊണ്ടാ ബീഡി. മുറിബീഡി വീണാൽ കുട്ടികൾ പിടികൂടി, അവരും വലിച്ചു വലിച്ചതാ ചിരിവാടി. കരവസ്ഥ എത്ര മനോഹരമായിട്ടാ പറയുക. കല്യാണ സദസ്സിൽ ചെന്നിരുന്നാൽ പിന്നെ ഉടനെ തരുന്നൊരു സ്വാഗതം ഇതു തന്നെ. പുരുഷന്റെ പുകയിൽ സ്ത്രീകളും കൊതിക്കുന്നേ, അവരും ശരിക്കു പരസ്യമായി വലിക്കുന്നേ. ഇന്ന് സ്ത്രീകൾ പോലും പുകവലിയുടെ ഉടമകളായി മാറുമ്പോ ഈ പുകവലിക്കുന്നവരോട് പറയുകയാ, വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഉസ്താദേ, ഹദീസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. നബി തങ്ങൾ ഹദീസ് പറയുമ്പോ ബീഡി വലിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ന്യായം പറയാൻ കഴിയും. പക്ഷേ മുഫസ്സിരീങ്ങൾ, അള്ളാഹുവിനെ പേടിയുള്ള ഭയമുള്ള ഉലമാക്ക് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി തൗബ ചെയ്യാട്. പുകവലിക്കുന്നവൻ, പതിവായി സിഗരറ്റ് വലിക്കുന്നവൻ, അവൻ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ഇല്ലെങ്കിൽ പരലോകത്തവന്റെ ജീവിതം ബുദ്ധിമുട്ടിലാണെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുമ്പോ ഹബീബായ നബിയുടെ സദസ്സിലേക്ക് ഒരാൾ വന്നു. അയാൾ ഉള്ളി തിന്നിട്ടാണ് വന്നത്. ആ ദുർഗന്ധം അല്ലാണ്ട് റസൂലിന് ഇഷ്ടപ്പെട്ടില്ല. അല്ലാണ്ട് റസൂല് പറഞ്ഞ്, സഹാബി വെളിയിൽ പോവ്, ദുർഗന്ധത്തോടെ പള്ളിയിൽ വരാൻ പാടില്ല. പുകവലിക്കുന്ന ദുർഗന്ധത്തോട് പള്ളിയിൽ വരാൻ പോലും പാടില്ലെന്ന് മുഫസ്സിർ രേഖപ്പെടുത്തുമ്പോ അതിനേക്കപ്പുറം എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ചെറുപ്പക്കാരാ, പുകവലി അടക്കമുള്ള പാൻപരാഗടക്കമുള്ള ഈ ദുശീലങ്ങൾ മാരകമായ ക്യാൻസറിന് ബാധ്യതയാകുമെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണേ, അതിൽ നിന്ന് മാറി നിൽക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.